ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇപ്പോൾ നല്ല ചൂടിൻ്റെ സമയമാണല്ലോ. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസാണിത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 5 മൊസമ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് പൊളിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മൊസമ്പിക്ക് അങ്ങനെ കുരുവൊന്നുമില്ല. ഇപ്പോൾ കുരുവുള്ള മൊസമ്പി അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ ആണെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ മറക്കാതെ തന്നെ അതിൻ്റെ കുരു മാറ്റണം. നമ്മൾ കുരുവും കൂടി ഇട്ട് അടിക്കുമ്പോഴാണ് അതിങ്ങനെ ഓറഞ്ച് ജ്യൂസ് വല്ലാതെ കഴിക്കുന്നത്. ഇനി ഇതിലൂടെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇട്ടില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചെറിയ പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ജ്യൂസ് ഞാൻ ഈ ഗ്ലാസ്സിലോട്ടാണ് ഒഴിക്കാൻ പോകുന്നത്. ഈ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ട് പഞ്ചസാര കൊണ്ടാണ് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇത് ചെറുതായിട്ട് അതിൻ്റെ അറ്റം ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ പഞ്ചസാരയിലൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ ജ്യൂസ് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഇനിയും കുറച്ച് തണുത്ത സോഡയും കൂടി ഒഴിക്കുന്നുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സോഡ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ജ്യൂസ് തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലൂടെ ഞാൻ കുറച്ച് സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുറച്ച് മുമ്പേ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അങ്ങനെ നല്ല ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ചെറുതായിട്ട് ആ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് ഈ ഓറഞ്ച് ജ്യൂസിന്. പിന്നെ അതുപോലെ ഈ ചൂടുകാലത്തൊക്കെ ഈ കുപ്പികളിലൊക്കെ കിട്ടുന്ന ജ്യൂസൊക്കെ കുടിക്കുന്നതിന് പോലെ ഇതുപോലെ ഫ്രഷായിട്ട് വീട്ടിൽ ഉണ്ടാക്കി ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും അത് വളരെ നല്ലതാണ്. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.